ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഈദിനും പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ 1 ലിറ്റർ പാൽ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ളതും കൂട്ടിക്കൊടുത്താലും മതി. ഇനി ചെറിയൊരു ബൗളെടുത്ത് അതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് അളവിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ പുഡിങ്ങൊക്കെ ആകുമ്പോൾ നന്നായിട്ട് തണുത്ത് വരുമ്പോൾ മധുരം ഉണ്ടാകുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയം തന്നെ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മൊത്തത്തിൽ മാറുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വേവിച്ചെടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു പച്ചച്ചുവൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വെന്ത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടല പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കടല എടുത്തിട്ടുള്ളത്. അപ്പോൾ കടലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കതുപോലെ എന്തെങ്കിലും കടിക്കാനുണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി കയ്യിൽ നട്ട്സൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും കടിക്കാനുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് മാത്രം. ഇനി പുഡിങ് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഒരു ട്രേ എടുത്ത് അതിലേക്ക് കുറച്ച് ബ്രെഡ് അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ നല്ല ടൈറ്റായിട്ട് വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് ഗ്യാപ്പ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു ബ്രെഡ് കുറച്ച് നെയ്യിൽ ടോസ്റ്റ് ചെയ്തിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ആകുമ്പോൾ ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് സോക്കായി കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനി ഇടുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കസ്റ്റാർഡ് മിക്സ് എല്ലാ ഭാഗത്തുനിന്ന് കവറാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് 2 റോബസ്റ്റ പഴം കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞത് ഇതുപോലൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ പഴത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ വെച്ച് കൊടുക്കാം. ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാതെ ഇത് മാത്രമായിട്ട് കസ്റ്റാർഡും ബ്രെഡും മാത്രമായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ റോബസ്റ്റ പഴം എല്ലാ ഭാഗവും കവറാക്കിയിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടല ഒന്ന് വിതറി കൊടുക്കാം. ഇനി അതിന് മുകളിലും കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. പുഡിങ് ചെറുതായിട്ടൊന്ന് കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയറും കൂടെ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ബ്രെഡ് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബ്രെഡ് നല്ല ടൈറ്റായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെക്കണമെന്നൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചാലും മതി. ഇനി ബാക്കി വന്നിട്ടുള്ള മുഴുവൻ കസ്റ്റാർഡും ബ്രെഡിന് മുകളിലായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുകളിൽ ബ്രെഡ് കാണരുത്. അപ്പോൾ ബ്രെഡൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു സ്പാച്ചിലയോ ഒരു സ്പൂണോ വെച്ചിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടല ഇഷ്ടമുള്ള രീതിയിൽ എല്ലാ ഭാഗത്തും മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുപ്പിക്കേണ്ട കാര്യമേ ഉള്ളൂ.
അപ്പോൾ അതിനായിട്ട് ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഈ ഒരു പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ള പുഡിങ്ങാണിത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ ഈ ഒരു പുഡിങ്ങിന് മുകളിലായിട്ട് ഒരു ലെയർ വിപ്പിംഗ് ക്രീം കൂടെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രീമി ആയിട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ ഇഷ്ടമാവുന്ന നല്ലൊരു പുഡിങ്ങാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു.